വഴറ്റണം. ഇതിലിപ്പോൾ എണ്ണയൊന്നും ചേർത്തിട്ടില്ല. നല്ലോണം വാടിയിട്ട് നമുക്ക് എണ്ണ ചേർക്കാം. വെള്ളം ഒന്ന് വലിയ അപ്പോഴത്തേക്കും ചിക്കൻ ആവശ്യത്തിന്. ഇതിൽ നമ്മൾ ഇതുവരെ എണ്ണ ചേർത്തിട്ടില്ല. ഇതിലും ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ വെള്ളമയമെല്ലാം പോയി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് എണ്ണ ചേർക്കാം. അതാണ് ഉള്ളി വഴറ്റാൻ ഏറ്റവും എളുപ്പം. എണ്ണ നമുക്ക് ഏത് വേണേലും ചേർക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. നമുക്ക് ആവശ്യം വീട്ടിലുള്ള ഏതാണെന്ന് വെച്ചാൽ ചേർക്കാം. ബിരിയാണിക്ക് വെളിച്ചെണ്ണയേക്കാൾ നല്ലത് മറ്റ് എണ്ണകളാണ്. പക്ഷേ എനിക്ക് ഈ വെളിച്ചെണ്ണ ചേർക്കണം ഇഷ്ടം. ഇതാണെങ്കിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചതാണ്. നമുക്ക് ഉള്ളിയില്ലേ ഇത്രയും വേണ്ട, മതിയായിരിക്കും. ഒരുപാടങ്ങ് മൂപ്പിക്കേണ്ട. ഇത് എൻ്റെ സ്റ്റൈലാണ്. മറ്റുള്ളവർ പല രീതിയിൽ ചെയ്യുന്നുണ്ടായിരിക്കും. അത് നമ്മൾ കാര്യമാക്കും. പച്ചമുളക് ചതച്ചാണ്. ഇച്ചിരിയേറെ പച്ചമുളക് ചതയ്ക്കാൻ. നമ്മൾ മുളക് പൊടി അധികം യൂസ് ചെയ്യുന്നില്ല. നമ്മളുടെ ഇതിനാവശ്യമായ എന്നുള്ളതനുസരിച്ച് പച്ചമുളക് ചതയ്ക്കണം, ചതച്ച് ചേർക്കണം. ഇനി സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ ചേർന്നൊരു ഒന്നുകൂടെ ഒന്ന് മൂക്കട്ടെ. ഇനി വറക്കാൻ വേണ്ടിയിട്ട് സവാള ഞാൻ ഈ സവാള ഇങ്ങനെ കട്ട് ചെയ്യാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല. എന്നാലും ഈ വറക്കാൻ വേണ്ടി നമ്മൾ കട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ സ്പീഡ് കട്ട് ചെയ്യാനൊക്കെ എനിക്കറിയത്തില്ല. കാണാൻ പറ്റുന്നുണ്ട്. സവാള ഉള്ളി വഴണ്ട് വരുന്നുണ്ട്. ഇതിനകത്ത് ആദ്യം ഞാൻ ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു സവാള വഴറ്റാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമുക്കിനി കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇപ്പുറത്തെ സ്റ്റൗവിലോ അടുപ്പിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഉള്ളിയില്ലേ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി അത് വറക്കാനായിട്ട് ഇടാം. സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. ഓക്കെ, ഈ കാണുന്ന അമ്മയുടെ കരങ്ങളാണ് ഗൈസ്. ഇതിലേക്ക് ഞാൻ ഉപ്പ്, ഇത് നമുക്ക് ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇത് ഇളക്കണം. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യണം. മഞ്ഞൾപ്പൊടി അധികം ചേർത്തോളും. മഞ്ഞൾപ്പൊടി അധികം ചേർത്താൽ കുഴപ്പമില്ല. ചിലർക്ക് ഇഷ്ടമല്ല അധികം അതിൻ്റെ എനിക്ക് പക്ഷേ ഇഷ്ടമാണ്. ചിക്കൻ ആവശ്യമായിട്ടുള്ള മഞ്ഞളും ഉപ്പും അതാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഈ എടുത്തിരിക്കുന്ന സവാള ഉള്ളിയുടെ അളവോ ചിക്കൻ അളവൊന്നും പറഞ്ഞില്ല. 1 കിലോ ചിക്കന് ഒരു 5-6 സവാള ഉള്ളി മതിയാവും. 5-6 സവാള ഉള്ളി എടുത്തോ. ഉള്ളി ഇത്ര ഇരുന്നാലും നല്ല ടേസ്റ്റാണ്. സവാള ഉള്ളി 1 കിലോ ചിക്കൻ. പിന്നെ നമുക്കതിനാവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി. പിന്നെ ഇത് ഫസ്റ്റായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഇതെല്ലാം ഒരു കൺഫ്യൂഷനായിരിക്കും. പക്ഷേ അത് കാര്യം കണ്ട നമ്മൾ നല്ല കോൺഫിഡൻസിൽ തന്നെ ഫുഡ് പാചകം ചെയ്താൽ മതി. എല്ലാവരും കേൾക്കും. ഇതിനി ഒന്ന് അതിൻ്റെ ഒരു കുത്തലൊന്ന് മാറി വരട്ടെ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഇതിനകത്തെ മെയിൻ, അതായത് ഒരു സിനിമയിലെ നായകൻ എന്ന പോലെ ആരെയാണ് നമ്മളിനി ആഡ് ചെയ്യാൻ പോകുന്നത്? അതെ, ചിക്കൻ. ഇതിനകത്തോട്ട് ചിക്കൻ തട്ടി രാവിലെ അച്ഛൻ പോയി വാങ്ങിച്ചോണ്ട് വന്ന ചിക്കനാ. പാവം കിടപ്പ് കണ്ട. നമ്മളിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം.
മിക്സ് ചെയ്യട്ടെ. മിക്സ് ചെയ്തിട്ട് ബാക്കി കാണിക്കാം. അത് നല്ലവണ്ണം ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും മഞ്ഞൾ കാണുന്നില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ കാണാം. ഇനിയും ഒന്ന് അടച്ച് വെച്ചിട്ടേ അടച്ച് വെച്ചിട്ടുമ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം ഇതിനകത്തുനിന്ന് ഇറങ്ങിയിട്ട് ഒന്ന് ഹാഫായിട്ടൊന്ന് കുക്കാവും. പിന്നെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്ന് നമുക്ക് കാണിക്കാം. അപ്പോൾ ഇത് അടച്ച് വെച്ചൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. എത്ര നേരമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കിടക്കുക. റെസ്റ്റ് ചെയ്യട്ടെ. ഇവിടെ ഉള്ളി വഴണ്ടുകൊണ്ടിരിക്കുകയാണ്. മൂത്തില്ല. ഇത് ഇച്ചിരി അത്യാവശ്യം നല്ലവണ്ണം മൂക്കണം കേട്ടോ. ഏകദേശം ഈ ഒരു കളറ് എല്ലായിടത്തും വരണം. മൂത്ത് ഗൈസ്. കൺമണി ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക. എടുക്കാൻ അമ്മ എടുക്കാതെ ചക്കരപ്പൊന്നി എടുക്കാം. ഇവിടെ മുന്തിരിങ്ങേ ഉള്ളു ഗൈസ്. വണ്ടിപ്പിരിപ്പില്ല. ഇതുണ്ടോ, വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഈ ചിക്കനകത്തെ വെള്ളമാണ് ഇറങ്ങിയിരിക്കുന്നത്. തക്കാളിക്ക മറന്നുപോയി ഗൈസ്. അപ്പം വൈൻഡ് വരുമ്പോൾ നിങ്ങൾ തക്കാളിക്ക ചേർത്ത് വെക്കണം കേട്ടോ. അല്ലെ തക്കാളിക്ക ഇപ്പം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ആവിയൊന്ന് കയറിയാൽ വാടാവുന്നതേ ഉള്ളൂ. നമുക്ക് തക്കാളിക്ക് ഇട്ടിട്ട് അടച്ചു വെക്കാം. അപ്പം ഈ തക്കാളിക്കയും കൂടെ ഒന്ന് എന്താവും വാടി കിടക്കുന്നുണ്ടേ. വേവട്ടെ. മസാലപ്പൊടി ചൂടാണ്. മറ്റേ മസാലപ്പൊടി അതിൻ്റെ കൂടെ ചേർത്തില്ലായിരുന്നല്ലോ, അതുകൊണ്ട് ഇതൊന്ന് ചൂടാക്കിയിട്ട്. ഇത് ബിരിയാണി മസാലപ്പൊടിയാണേ. ഇച്ചിരി പിരിയമുളക്. കാരണം പിരിയമുളക് ചേർക്കാൻ കാരണം എന്ന് വെച്ചാൽ പച്ചമുളകിന് നല്ല എരിവ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. ഇനി എരിവ് കുറവുണ്ടെങ്കിൽ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ചേർക്കുക. ഇതൊന്നും ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് പിരിയമുളക് പൊടി ചേർത്തത്. ഓക്കെ, ഇത് ഇതിനകത്തുനിന്ന് ഇറങ്ങി വെള്ളം. ഇത് വേവുന്നതേ ഉള്ളൂ. ചൂടെ വേവാനുണ്ട്. അത് പകുതി വേവായി കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഈ വറുത്ത വെച്ച മസാലപ്പൊടിയും കൂടെ ചേർത്തേക്കാം. ഇത് ബിരിയാണി മസാലയാണേ. ബിരിയാണി മസാലയും ചില മറ്റേ പിരിയമുളക് കൂടി ചേർത്തിട്ടുണ്ട്. ബിരിയാണി മസാലയും ചില മസാലപ്പൊടിയും. ഇത് ഇവിടെ വറുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികളുണ്ടല്ലോ, ഗ്രാമ്പൂ, കറുവപ്പട്ട, അതാ. ഇനി ഇതൊന്ന് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കണം. ഉപ്പുണ്ട്, എരിവൊക്കെ ആവശ്യത്തിനുണ്ട്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുത്തേക്കണം കേട്ടോ. കുഴപ്പമില്ല, പക്കയാണ്. ഇനി ഒന്നുകൂടെ ഒന്ന് എണ്ണ തെളിയാനുണ്ട്. അടച്ചേക്കാം.
വെള്ളം ചൂടാ. പൊടിയായിട്ട് ക്യാരറ്റ് അരിയണം. വലിയ കഷ്ണങ്ങളെല്ലാം കിട്ടിയാൽ അത് തിന്നണം. ഓക്കെ, ക്യാരറ്റ് പാത്രം നമ്മൾ എടുക്കുക. ഏത് പാത്രത്തിലാണ് നമ്മളിത് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ പാത്രത്തിലേക്ക് അടിയിലേക്ക് ആദ്യം നെയ്യ് ഒഴിക്കുക. നമുക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിക്കാം. ചാറ് വെച്ചാൽ അടി വേണം. നമ്മളിപ്പോൾ ഇത് 2 ലെയറേ ഉദ്ദേശിക്കുന്നുള്ളൂ സെറ്റ് ചെയ്യാൻ. അപ്പം പകുതി കറി നമ്മൾ ആദ്യം അടിയിൽ ഒഴിച്ചു. നമ്മൾ ആ ചോറ് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇത് മറ്റേ ചെറിയ അരി ഉണ്ടല്ലോ, ആ അരി എടുത്തിരിക്കുന്നത്, അത് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കണം. ജീരക റൈസ് എന്ന് പറയുന്നത്, കൈമ റൈസ്, ജീരക റൈസ്, ആ റൈസ് എടുത്തിരിക്കുന്നത് നമ്മൾ അടിയിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മളിപ്പം ചോറ് പകുതി നമ്മൾ ഇതിനകത്തോട്ടിട്ടു. ആദ്യം ചിക്കൻ കറി, പിന്നെ ചോറിട്ടു. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് എന്തൊക്കെയോ ഗാർണിഷ് ചെയ്യാൻ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കണം. ആദ്യം എന്നാൽ ഇച്ചിരി ക്യാരറ്റ്, ഇച്ചിരി അല്ല മൊത്തം ക്യാരറ്റ് ഇട്ടേക്കാം. ഇനി ഇത് നമ്മൾ ക്യാരറ്റ് വേവിച്ചിട്ടില്ലല്ലോ, ഇതിനകത്ത് തന്നെ ഇങ്ങനെ നടുക്കിട്ട് ഇത്, അപ്പോൾ ഇതൊന്ന് വെന്തോളും, ഹാഫ് വെന്തോളും. പിന്നെ ഇത് മറ്റേ നമ്മുടെ ഇത് ഉള്ളി, അത് നടുക്ക് കുറച്ച്. പിന്നെ നമ്മുടെ കറി ഉള്ളത് അങ്ങ് പൊത്തിയേര്. കറി തീർത്തു ഗൈസ്. നമ്മൾ 2 ലെയർ ഇടുന്നുള്ളൂ. നമ്മുടെ എടുക്കുന്ന ചിക്കനും ചോറിനനുസരിച്ച് നമുക്ക് 3 ലെയർ വരെ ഇടാം. ഇനി ബാക്കി നമ്മുടെ കയ്യിലിരിക്കുന്ന ചോറ് നെയ്യ് ചുറ്റി ഒഴിക്കണം. ഓക്കെ, പിന്നെ ഒരു നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ അടച്ചു വെക്കണം. നാരങ്ങ പിഴിയുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ കുരു നമ്മൾ അവോയ്ഡ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ കഴിക്കും. സെറ്റായി. നമ്മളിതിനെ അടച്ച് വെച്ചേക്കാം. നമ്മളെപ്പോഴാണ് കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം എടുത്ത് കഴിച്ചാൽ മതി. ഓക്കെ, ഇനി കഴിക്കുമ്പോൾ കാണിക്കാം.